ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ടേസ്റ്റ് ഓഫ് കാനഡയിലെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സ്പെഗറ്റിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഡിന്നറിന് വേണ്ടി എങ്ങനെ ചീസി ആയിട്ടുള്ള ഒരു സ്പെഗറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എപ്പോഴും ചോറൊക്കെ കഴിച്ച് നമ്മൾ മടുത്തു പോകത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു വെറൈറ്റി ആയിട്ടും വല്ലപ്പോഴും ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടതെന്ന്. ഇവിടെ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വെള്ളം എടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എടുത്തേക്കുന്നത് യൂണിക്കോഡ് സ്പെഗറ്റി സ്റ്റിക്സ് ആണ്. ഇത് ഞാൻ വാൾമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. വെന്തിട്ടില്ല, നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ബീഫിൻ്റെയും സോസും ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ സ്പെഗറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ഗ്രൗണ്ട് ബീഫ് ടൊമാറ്റോ സോസാണ്. സോ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 2 സ്മോൾ ഒനിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചെടുത്തത് എല്ലാം കൂടെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മീൻ മസാല എടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് പെരുംജീരകം, പിന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒനിയൻസും ജിഞ്ചർ ഗാർലിക്കും എല്ലാം നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മുടെ മസാല മിക്സർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനത് ഇടാൻ മറന്നുപോയി. മസാലയെല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വാരി വെച്ചേക്കുന്ന ഗ്രൗണ്ട് ബീഫ് ഇതിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ബീഫിനകത്തൊന്നും ഓൾറെഡി വെള്ളം ഇറങ്ങും. പിന്നെ കുറച്ച് ലേശം വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഒത്തിരി വെള്ളം ഒഴിച്ച് വെള്ളം പോലെ കിടക്കും. അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ. ഒരു വിസിലടിക്കുന്നതെന്ന് വെച്ചാൽ 3-4 വിസിൽ മാത്രം കേട്ടാൽ മതി. കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം, നമ്മുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. സ്പെഗറ്റി ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതിന് മേളിൽ കൂടി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ടൊമാറ്റോ സോസ് ആണ് എടുക്കേണ്ടത്. ഞാനിവിടെ ക്യാൻഡ് ടൊമാറ്റോ സോസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു വലിയൊരു ക്യാന്, ഒരു മീഡിയം സൈസിലൊരു ക്യാനാണിത്. അത് ഫുള്ള് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ സോസ്, ഈ ടൊമാറ്റോ സോസ് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു ടൊമാറ്റോ നന്നായിട്ട് സ്മോളായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഒത്തിരി അങ്ങ് അഴുകി അങ്ങ് പോകേണ്ട ആവശ്യമില്ല. ഒരു ചങ്ക്സ് അതിനകത്ത് കിടക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ടൊമാറ്റോ ഇടുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം ഈ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, ചൂടായി കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരുന്നോണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് ദേഹത്ത് വീഴും. അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം. ഇതിലൂടെ നമുക്കിനി ഷ്രെഡഡ് ചീസ് ഇട്ട് കൊടുക്കാം. ഒരു 2 പിടി ചീസ് ഇട്ടാൽ മതിയാവും. അങ്ങനെ ചീസ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഗ്രൗണ്ട് ബീഫ് നമുക്ക് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ സ്പെഗറ്റി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മീറ്റ് എല്ലാ ഭാഗത്തും സോസ് എല്ലാ ഭാഗത്തും ചെല്ലുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഓവനകത്ത് വെച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. അത് വേണമെങ്കിൽ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിപ്പോൾ റെഡി ടു സെർവ് ആട്ടോ.
ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലോട്ട് നമുക്ക് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന സ്പെഗറ്റി ഇട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തിട്ടുണ്ടല്ലോ. കുറച്ച് മോസറല്ല ചീസും കൂടെ അതിൻ്റെ മേളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ബേക്കിങ്ങിലിട്ട് 350 ഫാരൻഹീറ്റിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. സ്പെഗറ്റി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായി നന്നായിട്ടൊരു ബ്രൗണിഷ് ഗോൾഡിഷ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. സ്പൈസ് ഒന്ന് നിങ്ങളുടെ ലെവലിനനുസരിച്ച് ഇട്ടാൽ മാത്രം മതി, ഒത്തിരി സ്പൈസി ആകാതെ. സോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു കനേഡിയൻ റെസിപ്പി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So thanks for watching, thanks for your valuable time. See you on next video and see you on next recipe. Bye bye.